ഹലോ എവ്രി വൺ. ഇന്ന് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ ചെറുപയർ വെച്ചിട്ട്. അപ്പോൾ ചെറുപയർ രാത്രി തന്നെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാണ് അരയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 കപ്പ് ഓട്സ് വെള്ളം ഒഴിച്ച് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഓട്സിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു, ഇത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ മിക്സിയിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഞാൻ ഓട്സ് എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് ചെറുപയറാണ് എടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് ചെറുപയർ നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 2 പച്ചമുളക്, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 8 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം, ക്യുമിൻ സീഡ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്സും ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യം പോലെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ടൊരു 1/2 an hour നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചട്നിയൊക്കെ റെഡിയാക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവണം, നമ്മുടെ ദോശയുടെ മാവ് പോലെ. ഇനിയിപ്പോൾ ദോശക്കല്ല് ചൂടാക്കാം, അതിലേക്ക് എണ്ണ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു തവി എടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. പരത്താനും ഈസിയാണ്, നമുക്ക് ദോശക്കല്ലിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ പാരുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ 1 സൈഡ് ആയ ശേഷം നമുക്ക് മറ്റേ സൈഡിലേക്ക് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആണല്ലോ, പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. നമുക്ക് പ്രോട്ടീൻ ആവശ്യമുള്ളത് ഇപ്പോൾ ഈ ദോശയിൽ നിന്ന് തന്നെ കിട്ടും. നല്ല ഹെൽത്തിയുമാണ്, ഓട്സ് അല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഒരു നേരം നമുക്കിത് കഴിക്കാൻ നല്ലതാണ്, നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ ഹെൽത്തി നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ളി സമ്മന്തിയാണ് അരച്ചിരിക്കുന്നത്. ചട്നി വേണമെങ്കിൽ ചട്നിയും അരയ്ക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സോഫ്റ്റാണ്, ഹെൽത്തിയുമാണ്. Thank you for watching my YouTube channel.